ഹലോ ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മാസങ്ങളായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനുമുള്ള മടി കാരണം നീണ്ടുപോയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ക്ഷമിക്കുക ഇത്രയും ലേറ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നതിന്. സംഭവം മിലുവിൻ്റെ സ്കൂളിലേക്കുള്ള ഓണം ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മെലിക്കുട്ടിയെ വിളിച്ച് എണീപ്പിച്ചു. ഒരു പാടും കാണിക്കാതെ എണീറ്റ് കേട്ടോ. കാരണം ഈ ഓണത്തിൻ്റെ ഈ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാസം മുന്നേ പർച്ചേസ് ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ട് മിലു നല്ല എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഡ്രസ് മെറ്റീരിയൽ എടുക്കുന്നതായാലും അതുപോലെ അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നതായാലും സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് നോക്കുന്നത്, പിന്നെ വള മേടിക്കുന്നത്, മാല മേടിക്കുന്നത്, പൂ മേടിക്കുന്നത്, ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അവസാനം ഒരുങ്ങുന്ന ദിവസം എത്തിയപ്പോൾ മിലുവിന് അതേപോലെ എന്നെപ്പോലെ തന്നെ സെയിം ലെവൽ ഓഫ് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ വിളിച്ചുടനെ ചാടിക്കൂട്ടി എണീച്ച് ഒരുങ്ങാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു വിഷമം എന്താണെന്നുള്ളത്, പുള്ളിക്കാരിക്ക് 2 ദിവസം കൊണ്ട് പനിയായിരുന്നെ കൊണ്ട് തല കുളിപ്പിക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ചെറിയൊരു ഫ്രഷ്നെസ് കുറവുണ്ട്. എന്നാലും നമ്മളത് മേക്കപ്പ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ്. അപ്പം കുറച്ച് പാലും അതുപോലെ ഒരു ഏത്തപ്പഴത്തിൻ്റെ പകുതിയൊക്കെ കൊടുത്ത ശേഷം നമ്മൾ ഒരുങ്ങാൻ വേണ്ടി വന്നിരുന്നു. ആദ്യം തന്നെ അവളുടെ ഫേസ് ക്രീം ഇട്ട് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ ബനാന പൗഡർ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പൗഡറൊന്നും മിലു അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഡോക്ടേഴ്സൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കുട്ടികൾക്ക് പൗഡർ ഇട്ട് കൊടുത്താൽ അവരുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പോകും, അതുപോലെ തന്നെ ഏക്നിക്കുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നും നല്ല പ്രവണതയല്ല പൗഡർ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വൺസ് ഇൻ എ വൈൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒക്കേഷനൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അതിന് ശേഷം അവളുടെ ഐബ്രോസൊക്കെ ഒന്ന് ലൈറ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്ത് ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ കട്ടയ്ക്കൊന്നും വരച്ചിട്ടില്ല. സാധാരണ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ചെയ്ത് കൊടുത്ത കേട്ടോ. പിന്നെ മിലുവിൻ്റെ കണ്ണിൻ്റെ ഐലൈനർ വരയ്ക്കുന്ന പോർഷൻ ഫില്ല് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇതിന് മുന്നേ അവൾ കുഞ്ഞായിരുന്നപ്പോൾ, വളരെ കുഞ്ഞായിരുന്നപ്പോൾ 2 മാസത്തിലോ 3 മാസത്തിലോ നമ്മുടെ സാധാരണ കരി വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇത് ഞാൻ ഐലൈനർ വെച്ച് എത്ര ചെയ്താലും തെറ്റിപ്പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ റീസെൻ്റായിട്ട് ഞാനൊരു വീഡിയോയിൽ കണ്ട ഒരു ഐഡിയ ആണ് ഇങ്ങനെ ഈ ഐ മാർക്കർ വെച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഓണം ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മാർക്കർ മേടിച്ച് അവളുടെ ഐലിഡിൽ അപ്പർ ഐലിഡിൽ ഐലൈനർ വരച്ചു. താഴെ ചെറുതായിട്ട് ഐ പെൻസിലും ഉണ്ട്, അകവും ഒന്ന് ചെറുതായിട്ട് വരച്ചു കൊടുത്തു കേട്ടോ. അതിനുശേഷം നയൻതാരയെ മനസ്സിൽ വിചാരിച്ച് ഇച്ചിരി സൈഡിലോട്ട് മാറി ഒരു കുത്തു ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ സൈഡിൽ കുറച്ച് റൂഷിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് കവളൊക്കെ തുടുത്ത് മിനുങ്ങാൻ. കാരണം നമുക്കൊരു ഫ്രഷ്നെസ്സും ഇല്ലായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ കുളിക്കാത്തത് കൊണ്ടാണ് മെയിൻ റീസൺ. പിന്നെ നമ്മളതെടുത്ത് കാണിക്കണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ സൈഡിൽ കുറച്ച് റൂഷിയൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്ത്, പിന്നെ നോസിലും അതുപോലെ ഐബ്രോസിലും പിന്നെ ഹൈലൈറ്റ് ചെയ്യാനുള്ള പോർഷനിലൊക്കെ കുറച്ച് ഹൈലൈറ്റർ ഇട്ട് കൊടുത്തു. ഇനി അവസാനമായിട്ട് ഇതുവരെ ആരും സഞ്ചരിക്കാത്ത പാതയെന്ന് പറയാം. ഇതുവരെ ആരുമല്ല, ഞാൻ സഞ്ചരിക്കാത്ത പാത. ഞാൻ ഇതുവരെ മിലുവിന് എന്താണ് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഇട്ട് കൊടുത്ത് ആ ലുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ലിപ്സ്റ്റിക്ക് മുഖ്യം ബിഗിലേ. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ട്. അപ്പോൾ അവളുടെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ലിപ്സ്റ്റിക്ക് ഇടുക എന്നുള്ളത്. പുള്ളിക്കാരി ഞാൻ ഇത്രയും നാളും പറ്റിക്കായിരുന്നു. ലിപ്സ്റ്റിക്ക് ഇടാൻ പറയുമ്പോൾ എല്ലാം ഞാൻ ലിപ് ബാം ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇന്നാണ് അവൾ സത്യം തിരിച്ചറിഞ്ഞത് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം കളറ് വരും. ഉമ്മിയുടെ ചുണ്ടിൽ മാത്രമല്ല എൻ്റെ ചുണ്ടിലിട്ടാൽ ഇത്രയും കളറ് വരും എന്നുള്ളത് അവളന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ചെറിയ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ലിപ്സ്റ്റിക്കിനെ പറ്റി പറയാനാണെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി ഇട്ടാൽ മതി, നല്ല രീതിയിൽ എടുത്ത് കാണിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഒരു ഫങ്ഷനും പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. സംഭവം ഏതെന്ന് വെച്ചാൽ ചേമ്പറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ചെറുതായിട്ട് വില കൂടുതലാണ്, എന്നാലും അടിപൊളി റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ്. അങ്ങനെ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ തലകെട്ടൽ തലേ ദിവസം മുതലുള്ള എൻ്റെ ടെൻഷനായിരുന്നു, എങ്ങനെ തല കെട്ടുമെന്നുള്ളത്. 2 കൊമ്പ് കെട്ടണോ 1 കൊമ്പ് കെട്ടണോ, അതെ നമ്മളൊക്കെ കുഞ്ഞിലേ പോയതുപോലെ വെറുതെ വരുത്തിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കണോ, ഇങ്ങനെയൊക്കെയുള്ള മൊത്തം ഡൗട്ടിലായിരുന്നു കേട്ടോ. പൂ എങ്ങനെ വെക്കണം, കൺഫ്യൂഷനായിരുന്നു. ബേക്കിൽ വാരി കെട്ടണോ, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ. അധികം ഒന്നും പരീക്ഷിക്കാൻ പറ്റിയില്ല, സമയമില്ലാത്തത് കൊണ്ട് അറിയാവുന്ന അടവ് എന്നെ പയറ്റി 2 കൊമ്പും കെട്ടിയിട്ട്. പിന്നെ പൂ എങ്ങനെ വെക്കാമെന്നുള്ള ഡൗട്ടായിരുന്നു. ആദ്യം ഒന്ന് കറക്കി ചുറ്റി നോക്കി, പിന്നെ അല്ലാണ്ടൊക്കെ വെച്ച് നോക്കി. അവസാനം അവൾ പറഞ്ഞതുപോലെ തന്നെ അവളുടെ ഇഷ്ടത്തിന് 2 സൈഡിലായിട്ട് കറക്കിയൊക്കെ വെച്ച് നോക്കി കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി നല്ല ഹാപ്പിയാണ്. കുളിക്കാത്ത കുട്ടിയാണെന്ന് പറയുകയില്ല അല്ലേ. മേക്കപ്പൊക്കെ ചെയ്തപ്പോൾ അവൾ സെറ്റായിട്ടുണ്ട്. അങ്ങനെ പൂവൊക്കെ വെച്ച് നോക്കി. അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെയൊന്നും വെക്കേണ്ട ഉമ്മി, മറ്റേതുപോലെ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു ഒരു അഭിപ്രായം ഉള്ളത് കൊണ്ട് എനിക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല.
അപ്പോൾ 2 സൈഡിലും പൂവൊക്കെ വെച്ച് കൊടുത്ത് പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. 2 ദിവസം കൊണ്ട് ഫീവറൊക്കെ ആയിക്കൊണ്ട് 2 ദിവസം സ്കൂളിൽ പോകാത്തേ കൊണ്ട് രാവിലെയൊക്കെ നല്ല രീതിയിൽ ഉറങ്ങി ശീലിച്ചേ കൊണ്ട് ആളിന് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്, പ്രത്യേകിച്ച് കുളിക്കുകയും കൂടെ ചെയ്യാത്തേ കൊണ്ട്. അപ്പോൾ എനിവേ 2 സൈഡിലും പൂവൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വളയും മാലയൊക്കെ ഇടണം. ഇത്രയൊക്കെ ചെയ്തപ്പോൾ തന്നെ ആളിന് നല്ല ഹാപ്പിയായി. കാണുമ്പോൾ എനിക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ട്. അതാണ് ഞാൻ ഈ കിടന്ന് തുള്ളിച്ചാടുന്നത്. ഇനി നമുക്ക് വള ഇട്ട് കൊടുക്കാം. വളയെന്ന് പറഞ്ഞാൽ വള മേടിക്കാൻ ചെന്നപ്പോഴുള്ള അവസ്ഥ, വള ഒരിടത്തും കിട്ടാനില്ല കുട്ടികളുടെ സൈസ്. സംഭവം എന്ന് പറഞ്ഞാൽ ഈ വളയ്ക്ക് ഹൈ ഡിമാൻഡ് ഈ പ്രാവശ്യത്തെ ഓണത്തിന്. അപ്പം ഒരിടത്ത് കുറച്ചുണ്ട്, വേറൊരിടത്ത് കുറച്ചുണ്ട്, അങ്ങനെ എല്ലായിടത്തും കുറച്ചേ ഉള്ളൂ. സംഭവം ഒരു ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കാൻ ഞാൻ 80 പീസ് എടുത്തേട്ടെ, എന്നാൽ 2 കയ്യിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നാൽ കാണാനൊരു ഭംഗി ഉണ്ടായിരുന്നുള്ളൂ. അവസാനം 2-3 കടയിൽ കയറിയ ശേഷം ലാസ്റ്റ് എനിക്ക് പാളയത്തുള്ള സാഫല്യം കോംപ്ലക്സിൽ നിന്നാണ് സംഭവം കിട്ടിയത്. സാഫല്യം കോംപ്ലക്സിൽ കയറി 2-3 കട കയറിയിട്ടാണ് കേട്ടോ കിട്ടിയത്. ഒരിടത്ത് ചെല്ലുമ്പോൾ സൈസ് ഉണ്ടെങ്കിൽ ഒരിടത്ത് ചെല്ലുമ്പോൾ കളറില്ല. പ്രത്യേകിച്ച് ബ്ലാക്ക് നല്ല രീതിയിൽ എല്ലായിടവും സോൾഡ് ഔട്ട് ആയി കേട്ടോ. അങ്ങനെ അവസാനം വളയൊക്കെ കിട്ടി. തലേദിവസമാണ് വള കിട്ടിയത് കേട്ടോ. പിന്നെ നമ്മൾ നെക്ലേസ് ഒക്കെ ഇട്ട് റെഡിയായി ഫുൾ സെറ്റായി. ഇപ്പം മിലുവിനൊരു ശോകഗാനം പാടാൻ തോന്നി. അത് ഞാൻ ഇവിടെ ഇടാമേ. അല്ലെങ്കിൽ ഈ മിലുവിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, നമ്മൾ കാല് പിടിക്കുമ്പോൾ തോളി കയറുന്ന പ്രകൃതമാണ്. അല്ലെങ്കിൽ അവൾ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും നമ്മൾ എങ്ങോട്ട് കാറെടുത്ത് പോയാലും നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ഈ പാട്ട് വണ്ടിയിലിടുന്നതാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നല്ല രീതിയിൽ പാടുന്നതാണ്. ഇന്ന് ഒരുങ്ങി നിന്നിട്ടൊന്ന് പാടടി എന്ന് പറഞ്ഞാൽ അവൾ കൊന്നാലും പാടാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ അടിച്ചും പിടിച്ച അവസാനം കുറച്ച് ഫോട്ടോസ് എടുത്ത്, അത് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ ഇടണേ. അങ്ങനെ നമ്മുടെ മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലുള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മുടെ മേക്കപ്പും ഉടായ്പ് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ സ്കൂളിലേക്ക് പോവാണ്. സ്കൂൾ ഇവിടെ നമുക്ക് തൊട്ടടുത്താണ് കേട്ടോ. 600-700 മീറ്റർ ട്രാവൽ ചെയ്താൽ മതി മിലുവിൻ്റെ സ്കൂളിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴി മിലു പറയുന്നുണ്ട് ഓണത്തിന് പൊട്ടിടണോ എന്നൊക്കെ. ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നതാണെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല. മിലു ആണെങ്കിൽ പോകുന്ന വഴി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ കാണിക്കാനായിരിക്കും ആളുടെ പ്ലാൻ. ഇത്രയൊക്കെ ഒരുങ്ങിയതല്ലേ. അപ്പോൾ നമ്മൾ സ്കൂളിലെത്തിയപ്പോൾ ടീച്ചർമാരൊക്കെ നല്ല സാരിയൊക്കെ ഉടുത്ത് നല്ല കേരളീയ തനിമയിൽ മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത്തൊക്കെ ഇട്ട് അവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓണം കളറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിവേ എൻ്റെ വീഡിയോകളും എൻ്റെ കണ്ടൻറ്റും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.